നമസ്കാരം. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചാ വിഷയമാകുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതിയിലുണ്ടായ വൻ ഇടിവാണ്. പ്രമുഖ സർവേ ഏജൻസിയായ യാഹൂ ബാർ യു ഗവൺമെന്റ് പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരം ട്രംപ് ഭരണകൂടം കടുത്ത ഭരണവിരുദ്ധ വികാരത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. 2026 ഇടക്കാല തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ സർവേ ഫലങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ള ഗൗരവകരമായ മുന്നറിയിപ്പായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. യാഹൂ ബാർ യു ജിഒബി സർവേ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അമേരിക്കൻ ചരിത്രത്തിലെ മറ്റ് പ്രസിഡന്റുമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിച്ഛായയിൽ വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നതായി കാണാം. സർവേയിൽ പങ്കെടുത്തവരിൽ 40% പേരും ട്രംപിനെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ നയങ്ങളോടുള്ള കടുത്ത വിയോജിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ഭരണശൈലിയിലെ അസ്ഥിരതയും വിവാദപരമായ തീരുമാനങ്ങളും ജനങ്ങളിൽ വലിയൊരു വിഭാഗത്തെ അദ്ദേഹത്തിനെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. പൊതുജനങ്ങളുടെ അംഗീകാരത്തിന്റെ കാര്യത്തിലും ട്രംപ് വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തുന്നവരുടെ എണ്ണം വെറും 38% താഴ്ന്നു. ഇത് ട്രംപിന്റെ ഭരണകാലത്തെ ഏറ്റവും കുറഞ്ഞ അംഗീകാര നിരക്കാണ്. അതേസമയം അദ്ദേഹത്തെ എതിർക്കുന്നവരുടെ എണ്ണം 58% വർദ്ധിച്ചുവെന്നത് ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ശക്തമാണെന്നും തെളിയിക്കുന്നുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് പകുതിയിലധികം ജനങ്ങൾ ഭരണാധികാരിയെ നേരിട്ട് എതിർക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പ്രസിഡന്റ് എന്ന നിലയിലുള്ള വിജയപരാജയങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തലിലും ട്രംപിന് അനുകൂലമായ സൂചനകളല്ല ലഭിക്കുന്നത്. ഏകദേശം 53% അമേരിക്കക്കാരും അദ്ദേഹത്തെ പരാജയപ്പെട്ട പ്രസിഡന്റുമാരുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പകുതിയിലധികം വോട്ടർമാരും അദ്ദേഹത്തിന്റെ ഭരണകാലം രാജ്യത്തിന് ഗുണകരമായില്ല എന്ന് വിശ്വസിക്കുന്നു. 1/3 മാത്രമാണ് ട്രംപിനോട് എന്തെങ്കിലും തരത്തിലുള്ള അനുകൂല നിലപാടുള്ളതെന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ദുർബലമാകുന്നതിന്റെ ലക്ഷണമാണ്. ഈ സർവേയിലെ പോസിറ്റീവായ വശങ്ങൾ പരിശോധിച്ചാൽ വെറും 12% പേർ മാത്രമാണ് അദ്ദേഹത്തെ മികച്ച പ്രസിഡന്റായി കാണുന്നത്. മറ്റ് 21% പേർ അദ്ദേഹത്തെ ശരാശരിക്ക് മുകളിലുള്ള ഭരണാധികാരിയായി കണക്കാക്കുന്നു. ചുരുക്കത്തിൽ തീവ്ര അനുയായികളുടെ പിന്തുണ നിലനിൽക്കുന്നുണ്ടെങ്കിലും നിഷ്പക്ഷരായ വോട്ടർമാരുടെയും ഭൂരിഭാഗം പൊതുജനങ്ങളുടെയും പിന്തുണ നഷ്ടപ്പെട്ടത് ട്രംപിനെയും റിപ്പബ്ലിക്കൻ പാർട്ടിയെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നതാണ്. ട്രംപ് ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ അതൃപ്തിക്ക് പിന്നിൽ പ്രധാനമായും 3 നിർണായക ഘടകങ്ങളാണെന്നും സർവേ വിശകലനം ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യം നേരിടുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അനിയന്ത്രിതമായ വിലക്കയറ്റവും സാമ്പത്തിക മാന്ദ്യവും സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിച്ചു. തങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടു എന്ന തോന്നൽ പരമ്പരാഗത വോട്ടർമാരെ പോലും ട്രംപിൽ നിന്നും അകറ്റാൻ കാരണമായിട്ടുണ്ട്. മറ്റൊരു പ്രധാന ഘടകം ഭരണകൂടം സ്വീകരിച്ച വിവാദപരമായ കുടിയേറ്റ നയങ്ങളാണ്. കുടിയേറ്റക്കാർക്കെതിരെ സ്വീകരിച്ച അതിശക്തമായ നടപടികളും അവർ നേരിടേണ്ടി വന്ന അക്രമങ്ങളും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. ഇത് അമേരിക്കയ്ക്കുള്ളിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും ട്രംപ് ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയുണ്ടാക്കി. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ ഈ നയങ്ങൾ സർക്കാരിനെതിരെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചു. ഇതോടൊപ്പം തന്നെ ട്രംപ് അധികാരമേറ്റതു മുതൽ രാജ്യത്തുണ്ടായ അതിക്രമങ്ങളും രാഷ്ട്രീയ ധ്രുവീകരണവുമാണ് 3ാമത്തെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഭരണകൂടത്തിന്റെ നിലപാടുകൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയെന്നും ഇത് വിവിധ തരത്തിലുള്ള ആക്രമ സംഭവങ്ങൾക്ക് ആക്കം കൂട്ടിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയമായി ചേരിതിരിവ് വർദ്ധിച്ചത് രാജ്യത്തെ ജനാധിപത്യ അന്തരീക്ഷത്തിന് ഗുണകരമല്ലെന്ന് വിശ്വസിക്കുന്ന ഭൂരിഭാഗം അമേരിക്കക്കാരും ഈ സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ പ്രതിച്ഛായയെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്.